അങ്ങോട്ട് മാറിക്കേ. വണ്ടി ഒതുക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒതുക്കി. ഇങ്ങോട്ട് എവിടുന്ന് വരിക? എയർപോർട്ടിൽ നിന്ന്. സാർ എന്റെ വീട് ഇവിടെ അടുത്താണ് സാർ. RC ബുക്ക് ലൈസൻസും ഉണ്ട് സാർ. മറന്നുപോയതാ സാർ. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാൻ പറ. അല്ലെങ്കിൽ വണ്ടി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പോയി എടുത്തോണ്ടോ. ശരി സാർ. ഇവനെ ഊതിക്കേണ്ട ആവശ്യമില്ല. അതെ സാറേ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗിന്ന് എന്റെ ഭാര്യ പറയാറുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവാ. എത്രയാ ഫൈൻ അറിയോ? ഗവൺമെന്റ് ആണെങ്കിൽ 3000, ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ 100. നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് വാങ്ങിയിട്ടില്ല. RC ബുക്കോ? ലൈസൻസ്? അപ്പൊ ഇൻഷുറൻസോ? അതെന്താ? പിന്നെ എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഞാൻ തപ്പി നോക്കട്ടെ. നീ ഇത് എവിടെയാണ് കൈട്ട് നോക്കുന്നത്? ആഫ് വാങ്ങിയതാ, ക്വാർട്ടറായി. പോലീസുകാരനെ ഉപയോഗിച്ച എന്റെ സാറേ, ഞങ്ങൾ എത്ര അടിച്ചാലും സാറിന് തരണ്ടേ? 100 രൂപ എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോടാ. അതെ സാറേ, 100 രൂപ കൈക്കൂലി എന്നാ ഒരാഴ്ചത്തേക്ക് പിന്നെ പിടിക്കില്ലല്ലോ. പറഞ്ഞാ മനസ്സിലാവില്ല. സുഭാഷ്, എന്താ സുഭാഷ്? ശ്രദ്ധിക്കേ. സുഭാഷ്, പറയുന്ന കേൾക്ക്. വേണ്ട, അവൻ മിനിസ്റ്ററുടെ മകനാ. നിനക്ക് മാത്രമല്ല നമുക്കും പ്രശ്നം. അത് പറയുന്ന കേൾക്ക്. സാർ, ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാ. പുതുതായിട്ട് ചാർജ് എടുത്തത്, അതുകൊണ്ടാ സാർ. ഈ കാറിന്റെ വില എന്താണെന്ന് അറിയണോ നിനക്ക്? അറിയാൻ ചെയ്തു. നിന്റെ ലൈഫ് ടൈം ശമ്പളമാടാ ഈ കാറിന്റെ വില. പ്ലീസ്, അറിയാതെ പറ്റിയതാ സാർ. എന്താണ് ഞാൻ സംസാരിക്കുമ്പോൾ നീ മിഴിച്ചു നോക്കുന്നത്? ദേഷ്യപ്പെടാതെ. എന്താണ് തുറച്ചു നോക്കുന്നത്? ക്ഷമിക്ക് സാർ, ക്ഷമിക്ക്. ആരോടാ നിന്റെ കളി? ഇവന്റെ പേരെന്താ? നിന്റെ പേരെന്താടാ? സുഭാഷ്. നാളെ എന്നെ ഫോൺ ചെയ്തിട്ട് വന്ന് കാണണം, വന്ന് കണ്ടിരിക്കണം. മനസ്സിലായ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ആരോടാ കളി? സുഭാഷ്, ഞാൻ പറയുന്നേക്ക്. നീ അങ്ങോട്ട് പോ. എന്റെ കാറിന്റെ അടുത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത ഇവൻ എന്റെ കാർ നിർത്തുന്നോ? സാർ, ക്ഷമിക്ക് സാർ, പ്ലീസ്. വണ്ടി പോട്ടെ. ബാരിക്കേഡ് മാറ്റി വിചാരിക്കരുത്, ഞാൻ ക്ലിയർ ചെയ്യാം. വണ്ടി എടുക്കും. ഇവരെ മാത്രം തന്നെ പിടിച്ചു വെച്ചേക്കുന്നത്. പറഞ്ഞോട്ടേക്ക്. എല്ലാരും പറഞ്ഞോട്ടേക്ക്. നിങ്ങൾ പോയിക്കോ. പോകാൻ പറ. സുഭാഷ്, ഇവർക്കുള്ളത് പണത്തിന്റെ അഹങ്കാരവും റൗഡിത്തരമൊന്നുമല്ല, പവറാണ്. ഭരണകക്ഷിയിലുള്ളപ്പോ നമ്മൾ അവർക്ക് കാവൽ നിൽക്കണം. അഥവാ ഇലക്ഷനിൽ തോറ്റുപോയാലും ജീവൻ ആപത്തുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കംപ്ലൈന്റ് കൊടുക്കും. അപ്പോഴും നമ്മൾ കാവൽ നിൽക്കണം. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കാവൽ നമുക്കൊരു വിലയും കൽപ്പിക്കാതെ പോകുന്നത്. ഒബേ ദ ഓർഡർ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഏത് പോലീസുകാരും സ്വയം ചിന്തിച്ചു പോകും. എന്തിന് ദേഷ്യപ്പെടാൻ പോലും അവകാശമില്ല. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. അവൻ്റെ ഫോൺ നമ്പർ തരാം. രാവിലെ 9 മണിക്കും അതുപോലെ 10 മണിക്കും ഒരു മിസ് കോൾ ചെയ്യും. അവൻ എടുക്കില്ല. രാത്രി ഫുൾ വെള്ളം അടിച്ച് ഉച്ചയ്ക്ക് 2 മണി വരെ കിടന്നുറങ്ങും. ചോദിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ മതി. അഥവാ അറിയാതെ എടുത്ത് എവിടെങ്കിലും വരാൻ പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എന്താ? താങ്ക് യു സർ. ഓക്കെ സുഭാഷ്, വീട്ടിലേക്ക് പോയിക്കോ. straight. Turn left.
right. എന്റെ അച്ഛൻ ആരാണെന്നറിയോ? നിനക്കറിയില്ല? ചെറിയച്ച ഫോൺ. സർ, സുഭാഷിന്റെ ഫ്ലാറ്റ് താഴത്ത് ഞങ്ങളുണ്ട്. ഇവിടെയാ? അതെ അതെ. ആ, ഞാൻ താഴത്തേക്ക് വരാം സർ. ശരിയടാ. ചേട്ടാ, മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സ്വന്തം ഫ്ലാറ്റാണോ സുഭാഷ്? ഇല്ല സർ, വാടകയ്ക്ക് എടുത്തതാ. അച്ഛനും അമ്മയ്ക്ക് ഈ അപ്പാർട്ട്മെന്റ് കൾച്ചറൊന്നും തീരെ ഇഷ്ടമല്ല സർ. ഓ, അതുകൊണ്ട് നാട്ടിൽ സ്വന്തമായിട്ടൊരു പുതിയ വീട് വെച്ചിട്ടുണ്ട് സർ. അടുത്ത മാസം അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയാണ്. സോ അന്ന് വീടൊക്കെ കൊണ്ടുപോയി കാണിച്ചൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക സർ. ഗുഡ്. വലിയ കമ്മിറ്റ്മെൻ്റ് ആണല്ലേ? അങ്ങനെയൊന്നുമല്ല സർ, ഒരു ചെറിയ സെൻറ്റിമെൻറ്റ്. അല്ല സർ, എന്തുപറ്റി രാവിലെ രണ്ടുപേരും കൂടി? ഒന്നുമില്ല സുഭാഷ്, ഇന്നലെ നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ മിനിസ്റ്ററുടെ മകൻ? അവനെ ആരാണെന്നറിയില്ല, ആരും അടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. അവൻ നീയാണെന്ന് കരുതി നിന്നെന്തെങ്കിലും ചെയ്താലോ? അതൊന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ.
പക്ഷെ സാർ അവന്റെ ഡിക്കിയിലാരും നല്ല ഉലക്ക കയറ്റിയിട്ടുണ്ട് സാർ. എല്ലാ മീഡിയയിലും സെൻസേഷണൽ ന്യൂസ് അവനാ. നല്ല കാലം സാർ, ആ ഹോട്ടല് എന്തായാലും നമ്മുടെ സ്റ്റേഷന്റെ കൺട്രോളിലല്ല. ആയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോയാനെ. ഏതാ നമ്മുടെ കൺട്രോളിലുള്ളത്? അതെ സാർ, നമ്മുടെ കൺട്രോളിൽ നമ്മുടെ വൈഫ് പോലും ഇല്ല സാർ. എടോ, സാർ എൻ്റെ വൈഫിന്റെ കാര്യമാണ്. ഞാൻ ഈ കേസ് അന്വേഷിക്കണോ സർ? എന്തിനത്? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. കറക്റ്റ് സർ. നമ്മൾ ചെയ്യേണ്ട കാര്യം വേറൊരുത്തും ചെയ്തില്ലേ? അറ്റ്ലീസ്റ്റ് അവനെ കണ്ടുപിടിച്ചൊരു താങ്ക്സ് എങ്കിലും പറയാലോ സർ. ആ സർ, സർ പറഞ്ഞ സമയമായി. ഞാൻ അവനൊരു മിസ് കോൾ കൊടുത്താലോ സർ? മനസ്സിലായി. നിന്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടല്ലേ? സാർ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ വിടുവാ സാർ. നിങ്ങൾ ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുക. ശരി സാർ. നിങ്ങളാരാ? സെക്യൂരിറ്റി ആണോ? അതെ സാർ. ആ സ്റ്റിക്കൊന്നും തന്നെ. സാർ, ഞാൻ കണ്ടപ്പോഴേ കാറ്റ് പോയതാ. സാർ, മൂക്കിന് മുമ്പിലൊക്കെ കൈവച്ച് നോക്കി സാർ, കാറ്റില്ല, പോയതാ. ഓ, താനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നോക്കുന്നത്? പിന്നെ എന്തിനാണോ ഞങ്ങളിവിടെ? എന്നാ പിന്നെ പോസ്റ്റ്മോർട്ടം കൂടെ താനങ്ങ് ചെയ്യും. ഈ ഫോണ് ഇത് അവിടെ കിടന്ന് കിട്ടിയതാ. സുഭാഷ്, ആ പെണ്ണിൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പാറ്റേൺ ലോക്കിലാണ് ഉള്ളത്. സർ, ഞാൻ അൺലോക്ക് ചെയ്യാം സർ. ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിൽ ഫിംഗർ മാർക്സ് അറിയാൻ പറ്റും സർ. ആഹാ. ആ സുഭാഷ്, ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ നോക്ക്. ഷുവർ സർ. സർ, മുഖപ്പേരെന്നാ കാണിക്കുന്നത്. സർ, എന്താ സുഭാഷ്? ഇത് ആത്മഹത്യയല്ല സർ, വേറെന്തോ റീസണാണ്. ഇൻഡ്യൂഷനാ? ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണെന്ന് നമ്മൾ തീരുമാനിക്കണ്ട. ആ റൈറ്റ്സ് നമുക്കില്ല. സർ, അപ്പോൾ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം? സാർ, ആരാ പെണ്ണെന്ന് അന്വേഷിച്ചോ? ആ പെണ്ണിൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. മുഖപ്പേരിലുള്ളതാ. ഓൾറെഡി 2-3 റേപ്പ് കേസിന് നമ്മളിവിടെ വന്നിട്ടുള്ളതല്ലേ? അതെ. ചാടി ചാവാൻ വേണ്ടി കെട്ടിവെച്ചതുപോലെ ഉണ്ട്. സൂയിസൈഡ് എന്ന് കേസ് എഴുതിയിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തേക്ക്. പിന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ ഇൻഫോം ചെയ്തേക്ക്. വണ്ടി എടുക്ക്. സർ, സാർ ശരി. സർ, ഒന്ന് വന്ന് നോക്ക് പോലും ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞെന്താ സർ? ഒബേ ദ ഓർഡർ. രാംദാസ്, നീ ബോഡി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഓക്കെ സാർ. ഞങ്ങൾ മോപ്പേര് പോയിട്ട് വരാം. ഓക്കെ. സുഭാഷ് വാ. അവരോട് ഇന്ന് കാര്യം പറ. സർ, ചെല്ല് സുഭാഷ്. ഞാൻ പോയി എന്താ സർ? സുഭാഷ്, ഇതുപോലത്തെ 100 സിറ്റുവേഷൻസ് വരും. കാലക്രമേണ എല്ലാം ശരിയാവും. ചെല്ല്, പോയി ഇൻഫോം ചെയ്യ്. ചെല്ല് സുഭാഷ്. യെസ് സർ. ഐ എം സുഭാഷ്. പാർവതി എൻ്റെ മോള് തന്നെയാ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ അല്ലേ? പ്ലീസ് കം ഹിയർ.
സർ, ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നാന്ന് അവർ വിചാരിച്ചത്. അവരോട് ഞാനിത് എങ്ങനെ... പഠിക്കണം സുഭാഷ്. ഇതിനെക്കാട്ടും ബ്രൂട്ടലായ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോറി സർ. ഛെ, എന്താ സുഭാഷ്? ഒരു ആക്സിഡന്റാ. നിങ്ങളുടെ മോളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യ്. സാർ എന്തായി പറയണം? ഏത് ഹോസ്പിറ്റലാ സാർ? ഹോസ്പിറ്റലല്ല, റോയപ്പെട്ട മോർച്ചറിയില്ല. അയ്യോ സാർ, എന്താ പറ്റിയ സാർ? സാർ സാർ എന്തെങ്കിലും പറയൂ സാർ. സാർ എന്റെ മോൾ എന്താ ഉണ്ടായത്? എന്തിനാ കരയുന്നേ? നമ്മുടെ മോൾ എന്താണ് പറ? മോർച്ചറിയിലാണ്. മനസ്സിലായോ? എന്താ ഇത്? എന്താണെന്ന് തെളിച്ച് പറ. എന്താണ് പറയാ എന്നോട് നിങ്ങള്? ഒന്നും പറ. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ വെറുതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പോലീസിന് അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട്. കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ബഹളം വെക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് ഞാനും സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് അടങ്ങ്. സാർ സാർ എന്താടോ? സാർ, മരിച്ച ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പറഞ്ഞ് ബോഡി ഏറ്റുവാങ്ങാതിരിക്കുകയാണ് സാർ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി സാർ. സാർ അങ്ങോട്ട് ചെന്ന് അവർ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സാർ. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. സമാധാനപ്പെടുക. പരിഹാരം ഉണ്ടാക്കാം. നമ്മൾ ഇവിടെ പോകുന്നില്ലല്ലോ. നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച കാര്യമില്ല ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചു? ഞങ്ങളത് ഞാൻ പറയുന്ന പോലെ ചെയ്തോ. ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ സാർ. സാർ എത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ഇരിക്കേണ്ട കാര്യം എന്താ? സോറി സർ. സാർ എന്തൊക്കെ പറഞ്ഞാലും പാർവതിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കാം. സർ, പാർവതി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാ. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഇത് ഇഷ്യൂ ആക്കിയില്ലെങ്കിൽ നിങ്ങള് പോലീസ് തേച്ചു മാച്ച് കളയും. അതുകൊണ്ട് ഞങ്ങൾ മീഡിയക്കാരെ ഇൻഫോം ചെയ്തത്. നിങ്ങളൊന്ന് ബഹളം വെക്കാതെ. ഹലോ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി. സർ. ശരി. സാർ ഇതൊന്നും സംസാരിച്ച് തീർക്കായിരുന്നില്ലേ? സർ, അവരാരും ചാനലുകാരോട് സംസാരിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല സർ. പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് കുത്തിരിക്കുന്നത്. എല്ലാ ചാനലുകാരും വന്നിട്ടുണ്ട്. DC ഇപ്പോൾ റൗണ്ട്സിന് വരുന്ന സമയമാണ്. ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ? പാർവതിയുടെ കേസിന്റെ FIR ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാവാൻ അത് കണ്ടിട്ട് അന്വേഷണം നടത്താൻ പറ്റും. അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താം. ഇത് കൊലയാണോ അല്ലയോ എന്ന് അപ്പോഴേ പറയാൻ പറ്റും. സുഭാഷേ. സർ. ആ നിവേദനം വായിക്കും. ഈ കേസ് നിങ്ങൾ വേണ്ട ഡീൽ ചെയ്യാം. ഓക്കെ സർ. എത്രയും വേഗം അന്വേഷിക്കാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വേഗം പിരിഞ്ഞു പോകണം. നിങ്ങൾ പാർവതിയുടെ കർമ്മങ്ങളൊക്കെ നന്നായിട്ട് നടത്താം. ഇതെന്റെ ഡ്യൂട്ടിയാണ്.